സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 47-ാം വാക്യം മുതൽ വായിക്കുന്നു. എന്റെ അടുക്കൽ വന്നു എന്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യൻ എന്നു ഞാൻ കാണിച്ച് തരാം. യേശു പറഞ്ഞ വാക്കുകളാണിത്, ഞാൻ പറഞ്ഞതല്ല. എൻ്റെ അടുക്കിലേക്ക് വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യൻ എന്നു ഞാൻ കാണിച്ച് തരാം. ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒഴുക്ക് വീട്ടിനോട് അടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കൊണ്ട് അത് ഇളകിപ്പോയില്ല. യേശുക്രിസ്തു പറഞ്ഞതായ വചനങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് അവൻ്റെ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ഇന്നുള്ളതായ ദൈവദാസന്മാരായ ഞങ്ങൾ ഉപദേശിക്കുന്നു. ചില വചനങ്ങൾ നേരെ യേശു കർത്താവ് പറഞ്ഞതായ വാക്കുകൾ അതുപോലെ തന്നെ അവൻ്റെ വായിക്കൊണ്ട് അരുളി ചെയ്തതായ വചനങ്ങൾ അന്നുണ്ടായിരുന്ന ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ എഴുതിയിരിക്കുന്നു. അങ്ങനെ എഴുതി വച്ചിരിക്കുന്ന അവൻ്റെ പ്രസംഗങ്ങളിൽ, അവൻ്റെ പ്രസംഗമെന്ന് പറയുമ്പോൾ ഒരു റെഫറൻസ് പറഞ്ഞിട്ട് 1 മണിക്കൂറോളം നിന്ന് പ്രസംഗിക്കുന്നതല്ല. അവൻ ഉപമകളിൽ കൂടി പ്രസംഗിച്ചവനായിരുന്നു. എല്ലാവരും മനസ്സിലാക്കത്തക്ക രീതിയിൽ ഹൃദയരഹസ്യങ്ങളെ അറിയുന്ന കർത്താവ് എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറുവാൻ, എല്ലാ വ്യക്തികളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നതിന് വേണ്ടി സ്വർഗീയ വിഷയങ്ങളെക്കുറിച്ച് ഭൂമിയിലായിരിക്കുന്ന മനുഷ്യരായ നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ വളരെ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ എടുത്തിട്ട് പറയുമായിരുന്നു. ഇവിടെ പാറമേൽ അടിസ്ഥാനമിട്ട് പണിത ഒരു വീടിനെക്കുറിച്ചും അടിസ്ഥാനമില്ലാതെ പണിതതായ ഒരു വീടിനെക്കുറിച്ചും ഉദാഹരണമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് ദൈവം തൻ്റെ സന്ദേശങ്ങളെ നമുക്ക് നൽകുകയാണ്. എന്താണ് ഇവിടെ പറയുന്നത്? എൻ്റെ അടുക്കൽ വന്നിട്ട് എൻ്റെ വചനം കേട്ട് അതിനനുസരിച്ച് ചെയ്യുന്നതായ വ്യക്തി ഇങ്ങനെയായിരിക്കും. ഈ ദിവസം നാം എല്ലാവരും ദൈവവചനം കേൾക്കുവാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, അങ്ങ് പറയാൻ വന്നിരിക്കുന്നു ഞങ്ങൾ കേൾക്കുവാനായിട്ട്. അങ്ങനെയല്ല. അല്ല, നിങ്ങളോട് പറയുന്നതായ വചനങ്ങൾ ദൈവത്തിൽ നിന്ന് ഞാൻ കേൾക്കണം. ഞാൻ കേൾക്കുന്നതായ വചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുസരിക്കുകയും വേണം. അതാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം. അവർ പറയുന്നതല്ലാതെ അവരതുപോലെ ചെയ്യുന്നില്ല എന്നത് അന്നത്തെ പരീശന്മാരുടെ ജീവിതമാണ്. പറഞ്ഞത് കേട്ട് പറഞ്ഞതുപോലെ ചെയ്യുക എന്നത് യേശുക്രിസ്തു പഠിപ്പിച്ചു തന്നതാണ്. ദൈവവചനങ്ങൾ, സന്ദേശങ്ങൾ അനേകം ആളുകൾ കേൾക്കുന്നുണ്ട്. നമുക്കറിയാം, ദൈവവചനം ടിവിയിൽ കൂടി അനേകം ആളുകൾ കേൾക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കൂട്ടായ്മകളാണെങ്കിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് വീട്ടിലെ കാര്യമെല്ലാം നോക്കി ഒരുപാട് ദൂരം യാത്ര ചെയ്ത് അതുപോലെ പണമൊക്കെ ചിലവഴിച്ച് ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ വേണ്ടി നിങ്ങൾ വന്നിരിക്കുന്നുവല്ലോ. അത് യഥാർത്ഥത്തിൽ വലിയ കാര്യം തന്നെയാണ്. ഇവിടെ എല്ലാവരും കേൾക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളിൽ എത്ര ആളുകൾ കേട്ടതായ ദൈവവചനത്തെ അനുസരിക്കുന്നുണ്ട്? കേട്ട വചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വയ്ക്കുന്നുണ്ട്? ഈ കാലത്തിലെ ക്രിസ്തീയ ഭക്തി ഒരു ആഴമില്ലാത്ത ഭക്തിയായിട്ടാണ് അനേകരിലും കാണപ്പെടുന്നത്. ക്രിസ്തീയ വിശ്വാസം പുറമേ കാണിക്കുന്നതല്ല. നമ്മുടെ രാജ്യത്ത് അവരവർ ധരിക്കുന്ന വസ്ത്രം അനുസരിച്ചുകൊണ്ട്, അവരുടെ രീതി അനുസരിച്ചുകൊണ്ട് നമ്മുടെ ഭക്തിയെ നാം വെളിപ്പെടുത്തും. ചിലരുടെ വേഷഭൂഷാദികൾ കാണുമ്പോൾ വലിയ ഭക്തനാണ് എന്ന രീതിയിൽ നമുക്ക് ആലോചനയുണ്ടാകും. എന്നാൽ യഥാർത്ഥമായ വിശ്വാസം, ഭക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ആയിരിക്കുന്നതാണ്. ഇന്ന് അനേകരുടെ ജീവിതങ്ങളിലും ആഴമായ ദൈവഭക്തി ഇല്ല. ദൈവവചനം അവർ പുറമേ മാത്രമാണ് കേൾക്കുന്നത്. അതായത് നമുക്കാവശ്യമായ വചനങ്ങളെല്ലാം കേൾക്കുന്നു, നമുക്ക് സൗകര്യപ്രദമായ വചനങ്ങൾ മാത്രം നാം എടുക്കുന്നു, നല്ല നല്ല വാഗ്ദത്ത വചനങ്ങൾ കേൾക്കുന്നു. ഇനി വിചിത്രം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ പുറമേയുള്ളതായ വാക്കുകൾ കൊണ്ട് മനുഷ്യരെയെല്ലാം പുകഴ്ത്തി അവരെ ഇളക്കിമറിച്ച് അവരെ
വലിയ ആളുകളാണ്, അവർ വലിയ ഭക്തന്മാരാണ് എന്ന രീതിയിൽ ആലോചിക്കുന്നതായ നിലവാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കരങ്ങൾ അടുപ്പിച്ചിട്ട് വലിയ ഭക്തിയാണെന്ന് വിചാരിച്ച് വേഗത്തിൽ കരങ്ങൾ അടുപ്പിക്കുന്നു. എന്തിനടിച്ചു എന്ന് ചോദിച്ചാൽ പിന്നെ അറിയുകയില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയും. എന്തിന് ഹല്ലേലൂയ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അത് എന്തിനാ അറിയത്തില്ല എന്നാണ് പറയുന്നത്. നോക്കുക, പല തവണകളിലും പുറമേയുള്ളതായ രീതിയിൽ വസ്ത്രധാരണങ്ങളിൽ അല്ലെങ്കിൽ ഇടപാടുകളിൽ അവരുടെ വിശ്വാസത്തെ തെളിയിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആഴമായ വിശ്വാസമില്ല. യേശുക്രിസ്തു പറഞ്ഞു കൊടുത്തത് എങ്ങനെയുള്ള വിശ്വാസമാണ്? ആരെങ്കിലും എൻ്റെ വാക്ക് കേട്ടിട്ട് അവൻ ആഴത്തിൽ കുഴിച്ച്, സമുദ്രത്തിൻ്റെ അടുത്ത് തന്നെ ഒരാൾ വീട് പണിയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സമുദ്രതീരത്ത് എന്താണ് അവിടെ ഉള്ളത്? മണലാണുള്ളത്. സമുദ്രതീരത്ത് വീട് പണിയാൻ ആഗ്രഹിച്ച് കുഴിക്കുമ്പോൾ അവിടെ എന്താണ് വരുന്നത്? മണൽ മാത്രം. എത്ര കുഴിച്ചിട്ടും മണൽ മാത്രമാണ് പുറത്തു വരുന്നത്. അങ്ങനെ അവൻ മണലിന്മേൽ തന്നെ വീട് പണിയാനിടയായി. അപ്പോൾ പിന്നെന്താണ്? സുനാമിയുടെ ഒന്നും ആവശ്യമില്ല. ഒരു ശക്തിയുള്ളതായ കാറ്റടിച്ചാൽ മതി, ഒരു സൈക്ലോൺ അടിച്ചാൽ മതി, അപ്പോൾ തന്നെ ആ വീട് തകരാനിടയാകും. ഞങ്ങളിവിടെ മീറ്റിങ്ങിന് വന്ന സമയത്ത് ആ ചെന്നൈയിലെ സാഹചര്യം വളരെ ഗുരുതരമാണ്. അവിടെ നല്ല വെള്ളപ്പൊക്കമുണ്ടായിരുന്നു. വെള്ളപ്പൊക്കമുണ്ടായതായ സമയത്ത് നമ്മുടെ സഭയിലെ അനേകം സഹോദരങ്ങൾ ഭാര്യയും മക്കളെയുമൊക്കെ വീട്ടിൽ വിട്ടിട്ട് ഇവിടെ ദൈവവേല ചെയ്യാൻ വന്ന ആളുകളുണ്ട്. എന്നാൽ അവിടെ അവരുടെ ഭവനങ്ങളെല്ലാം വെള്ളത്താൽ മുങ്ങപ്പെടുവാൻ ഇടയായി. അവിടെ ഒരുപാട് ദുരിതങ്ങൾ അവർ അനുഭവിച്ചിരുന്നു. സമുദ്രതീരത്തുണ്ടായിരുന്നതായ ഒരുപാട് വീടുകൾ ഒലിച്ചു പോകാനിടയായി. എന്തുകൊണ്ടെന്നാൽ അതിന് അടിസ്ഥാനമില്ലായിരുന്നു, അതിൻ്റെ പണിക്ക് ഉറപ്പ് ഇല്ലായിരുന്നു. യേശുക്രിസ്തു പറഞ്ഞ ഉപമ അനുസരിച്ച് നോക്കുമ്പോൾ, ഇന്ന് അനേകം ഭക്തന്മാരെ കുറിച്ച് നോക്കുമ്പോൾ, ഇത്രയും ആളുകൾ ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറയും, ഞങ്ങൾ ഇത്രയും വിശ്വാസികളുണ്ടെന്ന് പറയും, ഇത്രയും ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നവരാണെന്ന് പറയും, ഞങ്ങൾ ഇത്രയും ആളുകൾ TV പ്രോഗ്രാമുകൾ കാണുന്നുണ്ടെന്ന് പറയും. എന്നാൽ എത്ര ആളുകൾ കർത്താവിനു വേണ്ടി കഷ്ടതയുടെയും ബുദ്ധിമുട്ടിൻ്റെയും നടുവിൽ നിൽക്കും? എത്ര ആളുകൾ സ്നാനപ്പെടുന്നതായ വിഷയത്തിൽ പിന്നോട്ട് പോകുന്നുണ്ട്? മറ്റുള്ള ആളുകൾ എന്തു പറയും? ഒരാൾ പറയുകയാണ്, മകളുടെ വിവാഹം നടക്കില്ല. എന്താണ്? വിശ്വാസത്തിൽ വരുന്നവരുടെ വിവാഹം നടക്കില്ലെന്നാണ് പറയുന്നത്. ഞാനും ഒരു അന്യവിശ്വാസത്തിൽ നിന്നാണ് വന്നത്. എന്നാൽ എൻ്റെ കുടുംബത്തിൽ എല്ലാ മക്കളുടെയും വിവാഹം നടത്തുവാൻ എൻ്റെ പിതാവിന് ദൈവം കൃപ കൊടുത്തു. അത് 20 വർഷം കൊണ്ട്, 2 വർഷം കൊണ്ട് 8 പേരുടെ വിവാഹം നടന്നു. കർത്താവിൽ ആശ്രയിക്കാനിടയായി. കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ച സമയത്ത് കർത്താവിൻ്റെ ഹിതപ്രകാരമുള്ളതായ ബന്ധം നടക്കുവാനിടയായി. എന്നാൽ ഇന്നുള്ള പല ആളുകളും വിവാഹം നടക്കുകയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ കളിയാക്കും. ഒരു സഹോദരി കർത്താവിൽ വിശ്വസിച്ച് സഭയിൽ ആരാധനയ്ക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സഭയിൽ വരുന്നില്ല. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറയുകയാണ്, ബൈബിളും പിടിച്ചുകൊണ്ട് വന്നപ്പോൾ ആരോ വലിയ വിശ്വാസി എന്ന് പറഞ്ഞ് ചിരിച്ചെന്ന്, ആരോ കളിയാക്കി ചിരിച്ചു എന്ന് പറഞ്ഞ് ആലയത്തിൽ വരുന്നത് മതിയാക്കിയിരിക്കുന്നു. ഇതെന്തൊരു ഭക്തിയാണ്, എന്തൊരു വിശ്വാസമാണ്! എൻ്റെ നാമം നിമിത്തം ജനങ്ങൾ നിങ്ങളെ നിന്ദിക്കുകയും പരിഹസിക്കുകയും നിങ്ങളെക്കുറിച്ച് അനാവശ്യമായത് പറയുകയും ചെയ്യുമ്പോൾ ഇരുന്ന് കരയുക. ഒരു സഹോദരി പറയുന്നുണ്ട്, അങ്ങനെയല്ല, സന്തോഷിച്ച് ഉല്ലസിക്കുക. ആഴത്തിൽ ഭക്തിയില്ലാത്ത ആളുകൾ, ജീവിതത്തിൽ വിശ്വാസം കുറഞ്ഞ ആളുകൾ, ജീവിതത്തിൽ അനുകൂലമായ സമയം വരുമ്പോൾ, സമ്പത്തുണ്ടാകുന്ന സമയത്ത്, സമാധാനമുണ്ടായിരിക്കുമ്പോൾ, സമൃദ്ധി ഉണ്ടായിരിക്കുമ്പോൾ മാത്രം ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നു. ചെറിയൊരു കഷ്ടതയുണ്ടായാൽ, ഒരു ബുദ്ധിമുട്ട് ഉണ്ടായാൽ, ചെറിയൊരു ഞെരുക്കമുണ്ടായാൽ, ഒരു കടഭാരമുണ്ടായാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? വിശ്വാസത്തിൽ വീണു പോകുന്നു. എന്താണ്? ഇന്ന് പലരുടെയും വിശ്വാസ ജീവിതം അങ്ങനെയുള്ളതാണ്. എന്താണ്? വീണു പോകുന്നതാണ്. കുഞ്ഞുങ്ങൾ തെന്നിക്കളിക്കുന്നത് കണ്ടിട്ടില്ലേ? മുകളിലേക്ക് കയറിപ്പോകും, എന്നിട്ട് അവിടെ ഇരുന്നിട്ട് താഴേക്ക് തെന്നും. അതാണ് സംഭവിക്കുന്നത്. ഉണർവ് മീറ്റിംഗ് വരുമ്പോൾ മുകളിലേക്ക് കയറും, വീണ്ടും താഴേക്ക് ഇറങ്ങി വരും. ഇപ്പം അനേകം മീറ്റിങ്ങുകളൊക്കെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ടല്ലോ. വീണ്ടും അടുത്തൊരു ദിവസം വന്നിട്ട് മുകളിലേക്ക് കയറ്റാനിടയാകും, വീണ്ടും താഴേക്ക് തെന്നി വീഴും. അതിനുശേഷം വീണ്ടും മുകളിൽ കയറും, വീണ്ടും താഴെ ഇറങ്ങും. വീണ്ടും അടുത്ത മീറ്റിങ്ങിൽ മുകളിൽ കയറും, വീണ്ടും താഴേക്ക് വീഴും. ജീവിതകാലം മുഴുവൻ ഇതാണ് പണി. കയറുക ഇറങ്ങുക, കയറുക ഇറങ്ങുക, കയറുക ഇറങ്ങുക, അങ്ങനെ തന്നെ മുൻപോട്ട് പോകും. എന്താണ്? അങ്ങനെയുള്ളതല്ല. ക്രിസ്തീയ ഭക്തി പോകുന്നതാണ്, മുൻപോട്ട് പോകുന്നതാണ്, മുകളിലേക്ക് കയറുന്നതാണ്. ഇത് വീഴുന്നതായ വിശ്വാസമല്ല, കയറുന്ന വിശ്വാസമാണ്. എന്താണ്? അനേകം ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ചോദിക്കാറുണ്ട്, നിങ്ങളും ആ മതത്തിൽ ചേർന്നോ? എന്താണ്? ഇപ്പോഴും അങ്ങനെ ചോദിക്കാറുണ്ടോ? നിങ്ങളും ഇറങ്ങിയോ? നിങ്ങളും അങ്ങോട്ട് ഇറങ്ങിയോ?
എന്ത് ചെയ്യാൻ, അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അങ്ങ് ഇറങ്ങി. എവിടേക്കാണ് ഇറങ്ങിയത്? എവിടെയാണ്? യേശുക്രിസ്തു പഠിപ്പിച്ചത് മതമല്ല, യേശുക്രിസ്തു പഠിപ്പിച്ചു തന്നത് മാർഗമാണ്, വഴിയാണ്. ഞാൻ വീഴുന്ന വിശ്വാസത്തിലല്ല ഉള്ളത്, ഞാൻ കയറുന്ന വിശ്വാസത്തിലാണുള്ളത്. യേശുവിൻ്റെ വചനം കേൾക്കുന്ന വ്യക്തി, ആ വചനം പൂർണ്ണമായി വിശ്വസിക്കുന്ന വ്യക്തി, അവൻ ഉറപ്പുള്ളവനായിരിക്കും, തൻ്റെ ഹൃദയത്തിൽ സ്ഥിരമായി നിൽക്കും. വിശ്വാസത്തിൽ ആഴത്തിൽ കുഴിച്ചിട്ട് ആ മണലെല്ലാം നിങ്ങൾ ഓർക്കണം, ആ മണലിനൊരിക്കലും ഉറപ്പുണ്ടായിരിക്കില്ല, അതിനൊരു രൂപമുണ്ടായിരിക്കുകയില്ല. നിങ്ങളുടെ പേര് നിങ്ങൾ മണലിൽ എഴുതുന്നു എന്ന് വിചാരിക്കുക. എന്താണ്, എൻ്റെ പേര് ഞാൻ മണലിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഹ ഹ ഹ എന്ന് പറയുമ്പോൾ ആരെങ്കിലും വന്ന് ചെറുതായിട്ടും തട്ടിയാൽ മതി, അതെല്ലാം പോകാനിടയാകും. അതാണ് നാം പല പ്രാവശ്യവും മണലിൽ ഉള്ളതായ സന്തോഷത്തെയാണ് കാണുന്നത്. അത് താൽക്കാലികമാണ്, അതുപോലെ അത് അസ്ഥിരമായതാണ്. ഇന്ന് അനേകം ആളുകളുടെ വിശ്വാസം സ്ഥിരമായിട്ട് നിലനിൽക്കുന്നതല്ല. യേശുക്രിസ്തു പറയുകയാണ്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ആഴത്തിൽ കുഴിച്ച്. ആഴം എങ്ങനെയാണ്? ഭക്തിയിലെ ആഴം, വിശ്വാസത്തിലെ ആഴം എന്താണെന്ന് ഒരാൾ ചോദിച്ചു. എന്താണ്? ഒരു ഭക്തൻ ഇങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, ആഴമേറും വെള്ളങ്ങളിൽ. എവിടെയാണത്? ആഴത്തിലേക്ക് ഇറങ്ങേണ്ടതാണ്. ഒരു ദിവസം യേശു സമുദ്രതീരത്ത് ചെന്നപ്പോൾ അവിടെ 2 തോണികൾ കണ്ടു. ഒന്ന് യോഹന്നാന്റെയും ഒന്ന് പത്രോസിന്റെയും. പത്രോസ് ആ സമയം വരെ രാത്രി മുഴുവൻ വല വീശി ഒരു മീൻ പോലും ലഭിക്കാതെ അവസാനം വലയൊക്കെ കഴുകിക്കൊണ്ട് നിൽക്കുകയാണ്. എന്താണ് അവിടെ? ആ വലയ്ക്കുള്ളിൽ മത്സ്യം കയറിയില്ല, എന്നാൽ ആ സമുദ്രത്തിലുണ്ടായിരിക്കുന്നതായ മാലിന്യങ്ങൾ, ചപ്പ് ചവറുകൾ, അതുപോലെ വേസ്റ്റ് സാധനങ്ങളൊക്കെ അതിൽ കൂടിയിട്ടുണ്ട്. അവയെല്ലാം കഴുകി അത് വൃത്തിയാക്കുകയാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, മീൻ പിടിക്കുന്നതായ വ്യക്തികൾ ഓരോ തവണയും മീൻ പിടിച്ചതിന് ശേഷം വല കഴുകി വൃത്തിയാക്കി വയ്ക്കും. കഴുകാതെ വല വീശുകയാണ് എന്നിരിക്കട്ടെ, ആ ദുർഗന്ധമൊക്കെ അടിക്കുമ്പോൾ മത്സ്യത്തിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും വല വീശുന്നുവെന്ന്. അവ രക്ഷപ്പെട്ടു പോകാനിടയാകും. രാത്രി മുഴുവനും വല വീശി അധ്വാനിച്ചിട്ടും ഒരു മത്സ്യം പോലും ലഭിച്ചില്ല. എന്നിട്ട് മനസ്സിൽ വിഷമത്തോടെ നിരാശയോടെ വീട്ടിൽ ഒരു മീൻ പോലും ഇല്ലാതെ ചെന്നാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ചിന്തിച്ചുകൊണ്ട് ഭാര്യ ചോദിക്കുമായിരിക്കും, മീൻ കറി വയ്ക്കാൻ പോലും ഒരു മീൻ പോലും കൊണ്ടുവന്നില്ലല്ലോ പത്രോസ് ചേട്ടാ. അങ്ങനെ ഒരുപക്ഷെ ഭാര്യ ചോദിക്കുമായിരിക്കാം, അല്ലെങ്കിൽ അമ്മായിയമ്മ ചോദിക്കുമായിരിക്കാം. കഴിഞ്ഞ തവണ ഇസ്രായേലിൽ ചെന്നപ്പോൾ ഞാൻ പത്രോസിന്റെ വീട് കാണുവാനിടയായി. പത്രോസിന്റെ വീട്ടിൽ യേശുവും നിന്നിരുന്നു എന്നത് കേട്ടപ്പോൾ എനിക്ക് അത് കണ്ട് ഒരുപാട് അതിശയം ഉണ്ടാകാനിടയായി. ആ വീട് മുഴുവൻ നാം കൂട്ടിയാൽ ഈ സ്റ്റേജിന്റെ പകുതി പോലും വരില്ല. അത് കല്ലുകൊണ്ട് കെട്ടിയ ചെറിയ ചെറിയ മുറികളെ കൊണ്ട് നിറഞ്ഞതാണ്, ചെറിയ ചെറിയ മുറികൾ. എന്നാൽ ആ വീട് പത്രോസിന്റെ അമ്മായിയമ്മ യേശുക്രിസ്തുവിന് ആതിഥ്യം കൊടുക്കുവാൻ ഇടയായി. ആ സമുദ്രത്തിന്റെ തീരത്താണ് ആ വീടുള്ളത്. അവിടെ തന്നെ ഒരു പള്ളിയും ഉണ്ടായിരുന്നു. യേശുക്രിസ്തു ആ പള്ളിയിൽ വരുന്നതായ സമയത്ത് പത്രോസിന്റെ വീട്ടിൽ മിക്കവാറും പോകുമായിരുന്നു. അതുപോലെ ആ പള്ളിയിൽ കർത്താവ് ഉപദേശിക്കുകയും ചെയ്യുമായിരുന്നു. നോക്കുക, എത്ര ശ്രേഷ്ഠമായ കാര്യം. യേശുക്രിസ്തുവിന് ആതിഥ്യം കൊടുത്തതായ ആ ഭവനം ഇന്നത് നശിച്ചുപോയി. എന്നാൽ അത് അങ്ങനെ തന്നെ വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു ചർച്ച് പണിത് അതിന്റെ ഓർമ്മ സൂക്ഷിക്കുന്നുണ്ട്. പത്രോസിന്റെ അമ്മായിയമ്മ ആ വീട്ടിൽ പനിയാൽ ഭാരപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് യേശു ചെന്നിട്ട് തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് പറ്റിയത്? കുറഞ്ഞോ? എന്താണ് പറയുക? നിങ്ങൾക്ക് പനി വന്നിട്ടുണ്ടോ? പനി കുറയുകയാണെങ്കിൽ പിന്നെ എന്താണുള്ളത് പറയുക? പറയൂ. ആ പനിയുടെ ക്ഷീണമുണ്ടായിരിക്കും. എന്നാൽ യേശുക്രിസ്തു അവരെ തൊട്ട സമയത്ത് അവരുടെ പനി മാറാനിടയായി. അതും തീവ്രമായ പനിയായിരുന്നു. ഇപ്പോൾ പലതരത്തിലുള്ള പനികളുണ്ട്. എത്രയോ ഭയങ്കരമായ പനികളാണ്. ചില പനികൾ ബാധിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിലുള്ളതായ രക്തത്തിലുണ്ടായിരിക്കുന്ന രക്ത അണുക്കളെല്ലാം കുറയുവാനിടയാകുന്നു. ഇത് മനുഷ്യന്റെ ജീവന് തന്നെ അപകടം വരുത്തിവെക്കുന്നതായ വളരെ ഗുരുതരമായ ജ്വരങ്ങളാണ്. എന്നാൽ ആ കാലത്തുണ്ടായിരുന്ന ജ്വരങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കറിയാൻ കഴിയില്ല. എന്നാൽ ജ്വരം ബാധിച്ചിരുന്ന പത്രോസിന്റെ അമ്മായിയമ്മയെ കർത്താവ് തൊട്ടപ്പോൾ ആ പനി അവരെ വിട്ടുമാറി. അവർ എഴുന്നേറ്റ് ശുശ്രൂഷ ചെയ്തു. അവരുടെ ക്ഷീണമെല്ലാം മാറാനിടയായി. പത്രോസിന്റെ അമ്മാവിയമ്മ, പത്രോസിന്റെ ഭാര്യയെക്കുറിച്ച് ബൈബിളിൽ എവിടെയും തന്നെ സൂചിപ്പിക്കുന്നില്ല. എന്നാൽ അവർ വഴക്കുണ്ടാക്കുന്ന ഒരു സ്ത്രീയായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതും അവിടെ പറഞ്ഞിരുന്നേനെ. ഞാൻ ചിന്തിക്കുന്നു, തീർച്ചയായിട്ടും ആ സഹോദരി പത്രോസിന്റെ
കൂടെ താങ്ങായിട്ട് നിന്നുകൊണ്ട്, തണലായിട്ട് നിന്നുകൊണ്ട് തന്നെ ആ അമ്മായിയമ്മയെ സംരക്ഷിക്കുന്ന ചുമതല നിർവഹിച്ചു എന്ന് പത്രോസ് വളരെ നിരാശപ്പെട്ടു പോയി. ആ രാത്രിയിൽ ഒരു മത്സ്യം പോലും ലഭിച്ചില്ല. വളരെ ഭാരപ്പെട്ടു. വല കഴുകിക്കൊണ്ട് നിൽക്കുകയാണ്. കർത്താവ് ആ സമയത്ത് പത്രോസിനെ നോക്കിയിട്ട്, നിന്റെ പടകിൽ ഞാനൊന്ന് ഇരുന്നോട്ടെ എന്ന് ചോദിച്ച സമയം പത്രോസ് എന്ത് മനസ്സിൽ വിചാരിച്ചു എന്നറിയാൻ കഴിയില്ല. എന്നാൽ പത്രോസ് കർത്താവിന് അനുവാദം കൊടുത്തു. ഇരുന്നോ എന്ന് പറഞ്ഞു. കർത്താവ് ആ തോണിയിൽ ഇരുന്നു കൊണ്ട് ചുറ്റും കൂടിയിരുന്നതായ ജനസമൂഹത്തോട് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ശുശ്രൂഷിക്കുവാൻ തുടങ്ങി. അവൻ്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം എന്താണ് അവിടെ സംഭവിച്ചത്? ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യം. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശീമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കേണ്ടതിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചതിന് ശേഷം എന്താണ് പറഞ്ഞത്? ആഴത്തിലേക്ക് നീങ്ങി വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. നാം ഉപദേശം കേട്ടതിന് ശേഷം ആഴത്തിലേക്ക് നാം പോകണം. ആഴമായ വിശ്വാസത്തിലേക്ക് നാം പോകണം. പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ, സന്ദേശം കഴിഞ്ഞാൽ ഉടൻ തന്നെ നാം ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യുന്നത്. ടി വിയിലെ കാര്യപരിപാടിയിൽ ദൈവത്തിൻ്റെ വചനം കേട്ടതിന് ശേഷം അഡ്രസ്സും പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തു ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. എന്നാൽ ടി വി ഓഫ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണോ, അതോ സീരിയലിൻ്റെ സമയമായി പെട്ടെന്ന് സീരിയൽ വയ്ക്കുമെന്ന് പറയുമോ, അതോ ഏതെങ്കിലും ചാനൽ കാണുവാൻ വേണ്ടി നിങ്ങൾ സമയം മാറ്റിവെക്കുമായിരിക്കുമോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ കേട്ട വചനമെല്ലാം മറന്നു പോകാനിടയാകും. ആ വചനമൊക്കെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകും. അത് വളരുകയില്ല, അതിന് ഫലമുണ്ടാകില്ല. അതുകൊണ്ട് ടി വിയിൽ കൂടി എത്രത്തോളം നിങ്ങൾ പ്രസംഗങ്ങൾ കേട്ടാലും പ്രവൃത്തി നടക്കുന്നില്ല, അനുഗ്രഹമുണ്ടാകുന്നില്ല, പൂർണ്ണമായ അനുഗ്രഹം അനുഭവിക്കാൻ കഴിയുന്നില്ല. താൽക്കാലിക ആശ്വാസം മാത്രമാണ് ലഭിക്കുന്നത്. ചില ആളുകൾ എനിക്ക് എഴുതാറുണ്ട്, വചനം കേൾക്കുന്ന സമയത്ത് ഒരുപാട് ആശ്വാസം തോന്നാറുണ്ട്, എന്നാൽ അത് കഴിഞ്ഞിട്ട് വീണ്ടും പഴയപടി തന്നെയാകുന്നു. അതെന്താണ്? വചനം കേൾക്കുന്നതായ സമയത്ത് എനിക്ക് നല്ല മാറ്റമുണ്ട്, എന്നാൽ വചനം കേട്ട് കഴിയുമ്പോൾ വീണ്ടും പഴയ രീതിയിലാകുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? വചനമത് ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല, അങ്ങനെ പ്രയോജനം ഉണ്ടാകുന്നില്ല. പത്രോസ് ഉപദേശം കേട്ടതിന് ശേഷം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളത്തിൽ വിശ്വാസം ഉണ്ടാകുന്നു. വിശ്വാസം എങ്ങനെ ഉണ്ടാകുന്നു? നമ്മുടെ ജീവിതത്തിൽ നാം എന്തെങ്കിലും കേൾക്കുന്നത് കൊണ്ടല്ല വിശ്വാസമുണ്ടാകുന്നത്. ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ടാകുന്നു, ഹൃദയത്തിൽ ആഴമായ വിശ്വാസമുണ്ടാകുന്നു. അങ്ങനെ വചനം സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം കർത്താവ് എന്താണ് പറയുന്നത്? ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുവീനെന്ന്. പത്രോസ് പറഞ്ഞു, കർത്താവേ, രാത്രി മുഴുവനും ഞങ്ങൾ കഷ്ടപ്പെട്ടു, ഒരു മത്സ്യം പോലും ലഭിച്ചില്ല. പിന്നെന്താണ് പറഞ്ഞത്? എങ്കിലും നിന്റെ വാക്കനുസരിച്ച് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. നോക്കുക, നമ്മുടെ ജീവിതത്തിലും ജീവിതം മുഴുവനും നാം കഷ്ടപ്പെട്ടിട്ടും നേടിയെടുക്കുവാൻ, സമ്പാദിക്കുവാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ശരിയാണോ? പറയുക, പറയൂ. ഇന്നുവരെ കഷ്ടപ്പെട്ടിട്ടും നീ ആഗ്രഹിച്ചത് പലതും നിനക്ക് ലഭിച്ചിട്ടില്ല. ശരിയാണോ? അങ്ങനെയുള്ള ഒരു കാര്യമെങ്കിലും ഉണ്ടോ? ശരിയല്ലേ? അല്ലേ? സ്വന്തമായിട്ടൊരു വീട് വയ്ക്കാൻ വേണ്ടി ഒരുപാട് ആഗ്രഹമുണ്ട്, ഒരുപാട് ആശയുണ്ട്. പണി പാതി വെച്ചായിരിക്കുന്നു, അല്ലെങ്കിൽ കടം കാരണം വിറ്റുപോയി, ഇപ്പോൾ ഒരു പണിയും നടക്കുന്നില്ല എന്ന് എത്രയോ ആളുകൾ പറയുന്നുണ്ട്. ഇതെനിക്കിനി കഴിയില്ല എന്ന് ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാനത് വിട്ടുകളഞ്ഞിരിക്കുന്നു. അതുപോലെ എനിക്കൊരു നല്ല ഭാവി ഉണ്ടാകുന്നതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് വ്യാപാരം ചെയ്യുന്നതിന് വേണ്ടി, ലാഭമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചു, അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാകുന്നതിന് വേണ്ടി എത്രയോ ദൈവദാസന്മാരോട് വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, എങ്കിലും കുഞ്ഞ് ജനിക്കുന്നില്ല. അങ്ങനെയുള്ളവരുണ്ടോ? എന്താണ്? ദൈവദാസന്മാരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല. നിങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കണം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. നിന്റെ വിശ്വാസം, നീ ദൈവത്തിനോട് ആഴമായ വിശ്വാസം ഉള്ളവനായിട്ട് അവനോട് ചോദിക്കുകയാണെങ്കിൽ, ഇതിനു മുമ്പ് നിനക്ക് ലഭിക്കാതിരുന്നതായ കാര്യം, അത് ഉദരഫലമായിരിക്കാം, അതൊരു ഗൃഹനിർമ്മാണമായിരിക്കാം, അതൊരു ജോലി ആയിരിക്കാം, അതൊരു വ്യാപാരമായിരിക്കാം, അതൊരു വിവാഹമായിരിക്കാം. ഇന്ന് അനേകം ആളുകളും മോൻ്റെ വിവാഹം നടക്കുന്നില്ല, മകളുടെ വിവാഹം നടക്കുന്നില്ല, മകളുടെ വിവാഹം
നടക്കുന്നില്ല. പണ്ടൊക്കെ പെൺകുട്ടികളെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്, വിവാഹം നടക്കുന്നില്ല എന്ന്. ഇന്ന് ആൺകുട്ടികളെക്കുറിച്ച് വിവാഹം നടക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കെല്ലാം ഉന്നത വിദ്യാഭ്യാസം ഉണ്ട്. അതുകൊണ്ട് അതിൽ താഴ്ന്ന പഠിത്തമുള്ള ആൺകുട്ടിയെ വിവാഹം കഴിക്കില്ല എന്നും പറഞ്ഞ വിവാഹം നിന്നു പോവുകയാണ്. ഉന്നത നിലവാരത്തിൽ പഠിച്ച പെൺകുട്ടിക്ക് ആ നിലവാരത്തിലുള്ള ആൺകുട്ടി, കുറച്ച് പഠിച്ചതായ ആൺകുട്ടിക്ക് കുറച്ച് പഠിച്ചതായ പെൺകുട്ടി. എന്നാൽ ദൈവം ആർക്കു വേണ്ടി ആരെയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് അറിയില്ല. നീ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ, നീ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വാസം അർപ്പിച്ചാൽ, ശ്രദ്ധിക്കൂ, വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നത് പാസ്റ്റർമാരെയല്ല, കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. ഞങ്ങൾ ശുശ്രൂഷകന്മാരാണ്, ദൈവത്തിൻ്റെ വചനപ്രകാരം നിങ്ങളെ നടത്തുന്നവരാണ്. നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായ മനുഷ്യരാണ്. ഞങ്ങൾ നിങ്ങളെ സഹായിക്കും, ദൈവത്തിൻ്റെ വഴി ഞങ്ങൾ കാണിച്ചു തരും. എന്നാൽ ആരാണ് നടക്കേണ്ടത്? ദൈവദാസനാണോ നിങ്ങൾക്ക് വേണ്ടി നടക്കേണ്ടത്? അല്ല, നിങ്ങൾ തന്നെ നടക്കണം. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണമെല്ലാം അമ്മ ഉണ്ടാക്കി വെച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ ആരാണ് കഴിക്കേണ്ടത്? മമ്മി കഴിച്ചു, എനിക്ക് വേണ്ട എന്ന് പറയുമോ? മമ്മി കഴിച്ചാൽ നിനക്ക് ആരോഗ്യം കിട്ടുമോ? നിന്റെ ആരോഗ്യത്തിന് വേണ്ടി നീ തന്നെ കഴിക്കണം. നിന്റെ വിശപ്പ് മാറുവാൻ വേണ്ടി നീ തന്നെയാണ് കഴിക്കേണ്ടത്. കർത്താവിനോടുള്ളതായ വിശ്വാസം ഓരോ വ്യക്തികളും വ്യക്തിപരമായി അനുഭവിച്ച് പ്രാപിക്കേണ്ട വിശ്വാസമാണ്. വചന ശുശ്രൂഷയിൽ കൂടി യേശുക്രിസ്തുവിൻ്റെ ശക്തിയും അവനിൽ ഉള്ളതായ അനുഗ്രഹവും അവനിൽ ഉള്ളതായ മഹത്വവും അവനിലുള്ളതായ സമൃദ്ധിയും നിങ്ങൾക്ക് വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ അതിനെ പ്രാപിച്ചെടുക്കേണ്ടതാണ്. ആഴമായ വിശ്വാസത്തിലേക്ക് നാം നടക്കേണ്ടതാകുന്നുവെന്നും സ്ഥിരതയുള്ളതായ വിശ്വാസം നമുക്കുണ്ടായിരിക്കണമെന്നും എന്തെല്ലാം തടസ്സങ്ങളുണ്ടായാലും പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാലും ക്രിസ്തുവിനു വേണ്ടി നാം നിൽക്കുവാനും മരണം വരെയും വിശ്വസ്തരായിട്ട് നാം ജീവിക്കണമെന്നും കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തലകളെ വണക്കുക. ഇപ്പോൾ പ്രാർത്ഥിക്കാം. എത്രയോ വചനങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, എത്രയോ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ആ പറഞ്ഞ വചനം അനുസരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ എന്നെ തന്നെയൊന്ന് പരിശോധിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ആഴമായ വിശ്വാസമുണ്ടോ എന്ന് പരിശോധിച്ച് യേശുവിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുവാൻ ഈ ദിവസം ഞാനൊരു തീരുമാനമെടുക്കുകയാണ്. ദയവ് ചെയ്ത് വായ് തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ നാമത്തിൽ കടന്നു വന്ന എല്ലാ മക്കളെയും നോക്കണമേ. നിന്റെ പാദപീഠത്തിലായിരിക്കുന്നതായ നിന്റെ മക്കളെ നീ ഒരിക്കൽ കൂടി ദർശിക്കണമേ. പേരിന് വേണ്ടിയുള്ളതായ ഒരു ഭക്തി ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ട കർത്താവേ. പുറമേ ഉള്ളതായ വിശ്വാസം ഞങ്ങൾക്ക് വേണ്ട കർത്താവേ. നിന്റെ വാക്ക് കേട്ട് വചനമനുസരിച്ചുകൊണ്ട് ജീവിക്കാത്തതായ ഒരു വിശ്വാസം ഞങ്ങൾക്ക് വേണ്ടപ്പാ. നിന്റെ വചനം കേട്ട് അതനുസരിച്ച് ജീവിക്കുന്നതായ യഥാർത്ഥമായ ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിൽ കുഴിച്ച് ക്രിസ്തുവാകുന്ന പാറയിൽ ഞങ്ങളുടെ ആത്മീയതയെ പണിയുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുമാറാകണമേ. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ വചനത്തെ പൂർണ്ണമായിട്ട് വായിച്ച് അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കുമാറാകണമേ. അല്പസ്വല്പം അവിടെ നിന്നും ഇവിടെ നിന്നും വചനം വായിച്ചിട്ട് ഞങ്ങളുടെ സൗകര്യാർത്ഥം അത് വളച്ചൊടിക്കുവാനല്ലാതെ കർത്താവേ, നിന്റെ ഇഷ്ടം അറിയുവാൻ, നിന്റെ പദ്ധതി അറിയുവാൻ, നിന്റെ ഉദ്ദേശത്തെ അറിയുവാൻ, നിന്റെ മനസ്സ് അറിയുവാൻ കർത്താവേ, ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അതിനുള്ളതായ കൃപ കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നീ ദർശിക്കണമേ. ഇന്ന് കേട്ടതായ ദൈവത്തിൻ്റെ വചനങ്ങൾ ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് ഇവിടെ നിന്ന് കടന്നു പോകുവാൻ, ആ വചനം ധ്യാനിക്കുവാൻ, ആ വചനം പഠിക്കുവാൻ, ആ വചനം അനുസരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഓരോരുത്തരുടെ ജീവിതത്തിൽ ദൈവിക അത്ഭുതങ്ങളെ കാണുവാൻ അവരെല്ലാം സഹായിക്കുമാറാകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ,
യേശുവേ 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 യേശുവേ